വീണ്ടും നിങ്ങളുടെ നടുവിൽ കർത്താവിൻ്റെ വചനവുമായി നിൽക്കുവാൻ കർത്താവ് ഇങ്ങനെ ഒരു അവസരം നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ത്യയിൽ ആയിരിക്കാൻ കർത്താവ് ഇടയാക്കി വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കൺവെൻഷൻ ബാക്കി ശുശ്രൂഷകളൊക്കെ നടത്തപ്പെടുവാനും അതിനുശേഷം ചൊവ്വാഴ്ച യാത്ര ചെയ്യുവാനും കർത്താവ് ഇടയാക്കി. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വളരെ അനുഗ്രഹമായിരുന്നു. കർത്താവ് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഒരു വാക്യം മാത്രം വായിച്ച് 1-2 ദൈവാലോചനകൾ നിങ്ങളുമായി പങ്കുവെച്ച് എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. 106 സങ്കീർത്തനം, Psalms 106 verse 30, 30 വാക്യം. 106 സങ്കീർത്തനം അതിൻ്റെ 30 വാക്യം. മതി. അപ്പോൾ ഫിനെഹാസ് എഴുന്നേറ്റു, ശിക്ഷ നടത്തി, ബാധ നിർത്തലാകുകയും ചെയ്തു. ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവാലോചന നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു. സമാപ്തി വരുത്തുന്ന ഒരു ദൈവത്തെക്കുറിച്ച് നമുക്ക് കേൾപ്പാനിടയായി തീർന്നു. ഇന്ന് രാവിലെ നമ്മൾ വായിച്ചു കേട്ട വാക്യം ഇങ്ങനെയാണ്: ഫിനെഹാസ് എഴുന്നേറ്റു, ശിക്ഷ നടത്തി, ബാധ നിർത്തലായി. 2 കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. ദൈവം ചിലതിനെ എഴുന്നേൽപ്പിക്കും. 2, ചില ബാധകൾ നിർത്തലാകും. ഈ സഭായോഗത്തിൽ നിങ്ങളോടൊരുമിച്ച് സംബന്ധിപ്പാൻ രാവിലെ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ ഞാൻ ഇന്നലെ രാത്രിയൊക്കെ മറ്റൊരു ദൂത് പ്രസംഗിക്കണമെന്നുള്ള ചിന്തയോടെയാണ് ഒരുങ്ങിയതും പ്രാർത്ഥിച്ചതൊക്കെ. എന്നാൽ ഇത് ഈ യാത്രയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഈ വാക്യം എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചു. അതുകൊണ്ട് ഒത്തിരി വിശദീകരിക്കാതെ വളരെ പരിമിതമായ വാക്കുകളിൽ ഈ സന്ദേശം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒന്നും മനസ്സിലായില്ലെങ്കിലും ഇത്രയും കാര്യം നിങ്ങളുടെ മനസ്സിനകത്ത് കുറിച്ചിടുക: ദൈവം ചിലതിനെ നമുക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കും. അതാത് സമയങ്ങളിൽ ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ പ്രവൃത്തി നാം കാണും. ആരെ എഴുന്നേൽപ്പിക്കുമെന്ന് നമുക്കറിയത്തില്ല, പക്ഷെ ദൈവം ചിലതിനെ നമുക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കും. മാത്രമല്ല, ദൈവം ചിലത് നിർത്തലാക്കും. നമ്മളെ കൊണ്ട് നിർത്തലാക്കുവാൻ കഴിയാത്തത് ദൈവം ചിലതിനെ നിർത്തലാക്കും. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഞാൻ ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലം 1-2 മിനിറ്റ് പറഞ്ഞ് ഈ ദൂതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് ഞാൻ വേഗത്തിൽ വരാം. ദൈവത്തിന് സ്തോത്രം. ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്, ഫിനെഹാസ്, എലയാസറിൻ്റെ മകനായ ഫിനെഹാസ്. ഇവൻ എഴുന്നേറ്റെന്നാ പറയുന്നത്. എന്തിനാ എഴുന്നേറ്റതെന്നും എഴുന്നേക്കാനുള്ള കാരണം എന്താണെന്നും അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്നും ഒക്കെ പറയണമെന്ന് എനിക്ക് സന്തോഷമുണ്ടെങ്കിലും സമയം എന്നെ അനുവദിക്കാത്തത് കൊണ്ടും നിങ്ങൾക്ക് ദൈവദിനത്തിൻ്റെ ഭാഗങ്ങൾ നല്ലതുപോലെ അറിവുള്ളവരാകൊണ്ടും ഞാൻ ആ ഭാഗങ്ങളിലേക്ക് കടക്കുന്നില്ല. സംഖ്യാപുസ്തകം 22 അധ്യായത്തിൽ മുതലാണ് ഈ പറയപ്പെട്ട ചരിത്രത്തിൻ്റെ ഭാഗം ആരംഭിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേൽ മക്കളുടെ യാത്രയിൽ ഒരു ജാതീയ രാജ്യത്തൂടെ അഥവാ മോവാബിലൂടെ ഇവർക്ക് പോകേണ്ടി വന്നു. മോവാബിൽ ചെന്ന് ഇവർ കൂടാരമടിച്ച് അല്പം കാലം അവിടെ പാർക്കുന്നു. അപ്പൊ മോവാബ് രാജാവ് ഒരു ദിവസം കുന്നിന്റെ മുകളിൽ കയറി ഈ ജനത്തെ നോക്കുമ്പോൾ മോവാബ് രാജാവ് ഒരു കാഴ്ച കണ്ടു. ജനം വളരുന്നു. ദൈവത്തിന് സ്തോത്രം. അവർക്ക് അവിടെ വളരാൻ ഒരു സാധ്യതയില്ല. കാരണം അവർക്ക് ആരാധനയില്ല, യാഗപീഠമില്ല, യാഗസ്ഥലമില്ല, സാമ്പത്തികമായ യാതൊരു സ്രോതസ്സുമില്ല, അനുകൂലമായ ഒരു വഴിയും അവർക്ക് അവിടെ ഇല്ല. പക്ഷേ കുന്നിൻ മുകളിൽ കയറി താഴ്വരയിൽ പടർന്നു കിടക്കുന്ന ജനത്തെ നോക്കിയപ്പോൾ മോവാബ് രാജാവ് ബാലാക്കിനൊരു കാര്യം മനസ്സിലായി: ഒരു സാഹചര്യം ഇല്ലെങ്കിലും ഇവര് തളരുവല്ല, ഇവര് വളരുകയാ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാവിലെ ദൈവസഭയോട് ഞാൻ പറയാ, നിന്റെ വളർച്ചയ്ക്ക് ഇവിടുത്തെ യാതൊരു മാനദണ്ഡങ്ങളും ആവശ്യമില്ല. നിന്നെ വളർത്താൻ ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നെ വളർത്തിക്കൊണ്ടേയിരിക്കും. അതിന് ഇവിടുത്തെ യാതൊരു വിധമായ
സാധ്യതകളുടെയും ആവശ്യമില്ലെന്ന് ഒന്നാമത് നമ്മൾ തിരിച്ചറിയുക. അപ്പൊ ബാലാക്ക് ഇങ്ങനെ നോക്കിയപ്പോ ഇവര് വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിൽ വളരുകയാണ്. അപ്പൊ ബാലാക്ക് പറഞ്ഞൊരു വാക്കുണ്ട്. ബാലാക്ക് 22-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. വായിപ്പിക്കാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകാം. ബാലാക്ക് പറഞ്ഞത് ഇങ്ങനെയാണ്: വയലിലെ പുല്ല് കാള നക്കിക്കളയുന്നത് പോലെ ഇവർ ഈ ചുറ്റുമുള്ള ജനത്തെ മുഴുവൻ നക്കിക്കളയും. അതുകൊണ്ട് ഇവരുടെ വളർച്ചയെ തടയണം, എങ്ങനെയും ഇവരെ തടയണമെന്ന ഇവൻ പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. അവരെ മാത്രമല്ല, ചുറ്റുമുള്ളതിനെ വരെ നക്കിക്കളയുന്ന പോലത്തെ ഒരവസ്ഥ ഇവർ മുഖാന്തരം ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഇവരെ തകർക്കാൻ ഒരു പദ്ധതി ബാലാക്കിടുകയാണ്. പക്ഷെ ബാലാക്കിനൊരു കാര്യം മനസ്സിലായി: ബാഹ്യമായത് കൊണ്ടൊന്നും, എന്ന് പറഞ്ഞാൽ പുറത്തുനിന്നുള്ളത് കൊണ്ടൊന്നും ഇവരെ ജയിക്കാനോ ഇവരെ തോപ്പിക്കാനോ പറ്റത്തില്ല കേട്ടോ. ദൈവമക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം: പുറത്തുനിന്ന് ഒന്നും വന്ന് നമ്മളെ ഒന്നും ചെയ്യത്തില്ല. കാരണം ഇത് കെട്ടിയടച്ചൊരു തോട്ടമാ, ഇത് ദൈവത്തിന്റെ പരിപാലനമുള്ളതാ, ദൈവം തീമതലായി സൂക്ഷിക്കുന്നതാ. അത് ശത്രുവിന് പോലും തിരിച്ചറിയാം. പക്ഷേ ഒരു കാര്യം ബാലാക്ക് തിരിച്ചറിഞ്ഞു: പുറത്തുനിന്ന് പറ്റത്തില്ല. അതുകൊണ്ട് അകത്തുനിന്ന് ചിലതിനെ കൊണ്ട് ഇവരെ തകർക്കുവാനായിട്ട് ഇടയായിത്തീരണം. അപ്പം ബാലാക്ക് ഒരു കാര്യം തീരുമാനിച്ച: അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരു യഹോവയുടെ പ്രവാചകനായ ബിലയാമിനെ കൂലി കൊടുത്ത ഇവർക്കെതിരെ പ്രവചിക്കാനായിട്ട് എന്ത് ചെയ്യുക? വിളിച്ചോണ്ട് വരിക. ദൈവത്തിന് സ്തോത്രം. മനസ്സിലായോ? അപ്പം ഫറവോൻ മോശയെ ഇസ്രായേൽ മക്കളെ തകർക്കാനായിട്ട് തീരുമാനിച്ചപ്പം അവൻ മിസ്രയീമിലെ മന്ത്രവാദികളെയും ആഭിചാരകന്മാരെയും ശകുനവാദികളെയും ഒക്കെയാ ഇവർക്കെതിരെ നിർത്തിയത്. അങ്ങനെ എതിരെ നിന്ന് ഒത്തിരി പേരെ നമുക്കറിയാം. പക്ഷേ ഈ ജനത്തിന്റെ വളർച്ചയെ തടയുവാൻ, ഈ ജനത്തിന്റെ ആ ഉന്നതിയെ തടയാൻ ഈ ബാലാക്ക് ഉപയോഗിച്ചത് പുറത്തു നിന്നുള്ള ഒന്നിനെ അല്ല, അകത്തു നിന്നുള്ള ഒന്നിനെയാ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ നമുക്കറിയാം, ഇസ്രായേൽ മക്കളെ മുഴുവൻ തീർത്ത് കളയാനായിട്ട്, യഹൂദന്മാരെ മുഴുവൻ ഇല്ലാതാക്കാനായിട്ട് ഒരു ഹാമാൻ പുറത്തു നിന്ന് വന്നു. ദൈവത്തിന് സ്തോത്രം. ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ജനത്തിന് വിടുതലുണ്ടായി. അങ്ങനെ പുറത്തുനിന്ന് വന്ന ഒത്തിരി പേരെ നമുക്കറിയാം. പക്ഷെ അകത്തുനിന്ന് വന്ന ചിലതിനെ നാം ശ്രദ്ധിക്കണം. രണ്ടുപേരും ഒരുമിച്ച് ആരാധിക്കാൻ പോയി. രണ്ടുപേരും ഒരുമിച്ച് ആരാധിക്കാം. ആരാധന സ്ഥലത്ത് എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം. ഒരുത്തന്റെ ആരാധന ദൈവം പ്രസാദിച്ചു, അവരന്റെ ആരാധന ദൈവം പ്രസാദിച്ചില്ല. സൂത്രത്തിൽ അവനെ വിളിച്ച് വയലിൽ കൊണ്ടുപോയി അവനെ എന്ത് ചെയ്തു? കൊന്നുകളഞ്ഞു. തകർത്തത് ആരാ? പുറത്തു നിന്നുള്ള ഒരുത്തനല്ലായിരുന്നു, കൂടെ ആരാധിച്ചവനാ, കൂടെ നിന്നവനാ, ആരാധന സ്ഥലത്ത് ഒരുമിച്ച് നിന്നവനാ. എന്തുകൊണ്ടോ ദൈവാത്മാവ് ഇന്ന് രാവിലെ ഇങ്ങനെയാ സംസാരിക്കുന്നത്. അതുകൊണ്ട് നാം വളരെ ശ്രദ്ധയുള്ളവരായിട്ട് ഇരിപ്പാനായിട്ട് ഈ രാവിലെ ദൈവാത്മാവിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാ. മോശയ്ക്കും അഹരോനും വിരോധമായിട്ട്, അല്ലെങ്കിൽ ദൈവപ്രവർത്തിക്ക് വിരോധമായിട്ട് പാളയത്തിന് പുറത്തു നല്ല വന്നത് കോരഹ, ദാദാൻ, അബീരാം എന്ന് പറയുന്നവരും കൂട്ടത്തിൽ ഒരു 250-ലധികം ആളുകളും ഒരുമിച്ച മോശയ്ക്കും അഹരോനും എതിരെ എഴുന്നേറ്റത് പാളയത്തിനകത്തൊരു വലിയ സംഹാരം നടത്തി ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം കാണിപ്പാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ ഈ ബാലാക്ക് പോയി കൂലി കൊടുത്ത് അവരുടെ തന്നെ ഒരുത്തനായ ബിലയാമിനെ വിളിച്ചോണ്ട് വരികയാ. ഒരു കാര്യം കൂടെ പറഞ്ഞില്ലെങ്കിൽ അതുമായിട്ട് അതിൻ്റെ ഒരു പൂർണ്ണത വരത്തില്ല. 3.5 വർഷം കൂടെ നിന്ന കർത്താവിനെ തകർക്കാനായിട്ട് വേറെ ആരുമല്ല വന്നത്. 3.5 വർഷവും കൂട്ടത്തിൽ തന്നെ നടന്ന ഒരു യൂദയാണ് അവനെ വിരോധമായിട്ട് എഴുന്നേറ്റത്. അപ്പൊ ഈ ബാലാക്ക് ബിലയാമിനെ വിളിച്ചോണ്ട് വന്നു. എന്തിനാ? ഇവരെ പ്രാകണം, ഇവരെ ശപിക്കണം. അപ്പൊ ഇവരെ ഇങ്ങനെ ശപിച്ച് ഇവരുടെ വളർച്ചയെ തടയണം. ദൈവത്തിന് സ്തോത്രം. വാക്യം മറന്നു പോകരുത്. അപ്പോൾ ഫീനെഹാസ് എഴുന്നേറ്റു,
ദൈവം അവനെ എഴുന്നേൽപ്പിച്ചു. അവൻ ശിക്ഷ നടത്തി, ബാധ നിർത്തലാകുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ഞാൻ കമ്പിവാചകം പോലെ പറയുക, കാരണം എനിക്ക് സമയത്തിന് പരിധി അറിയാവുന്നത് കൊണ്ട് ഞാൻ ഈ വാക്കുകൾ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ബിലയാമിനോട് ദൈവം പറയുക, ബിലയാമെ നിക്ക് പോകാൻ വരട്ടെ. ഞാൻ ശപിക്കാത്തവനെ നിനക്കെങ്ങനെ ശപിക്കാൻ പറ്റും? ഞാൻ അനുഗ്രഹിച്ചവനെ നീ എങ്ങനെയാ ശപിക്കുന്നത്? പോക്കറ്റിൽ പൈസ കിടക്കുക. എന്തിനുള്ള പൈസയാ? ശപിക്കാനുള്ള പൈസ മേടിച്ച് പോക്കറ്റിലിട്ടിട്ട് നടക്കുന്നവനെ ദൈവം പോകുന്ന വഴിയിൽ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, പോകാൻ വരട്ടെ. നീ എന്തിനാ പോകുന്നത്? ശപിക്കാൻ പോവുക. ഞാൻ അനുഗ്രഹിച്ചവനെ നീ എങ്ങനെയാ ശപിക്കുന്നത്? അപ്പൊ ബാലാക്കിന്റെ കൂടെ കൊടുമുടിയിൽ കയറി അവനും കയറി നിന്നു. ബാലാക്ക് വിചാരിച്ചു ഇപ്പൊ ശാപം വരും എന്ന് നോക്കി നിൽക്കുമ്പോൾ അതിനുള്ള കൂലി കൊടുത്തിട്ടാ നിൽക്കുന്നത്. ഹല്ലേലൂയ. ബിലയാം പ്രവചിക്കാൻ തുടങ്ങി. ബിലയാം പ്രവചിക്കുന്ന പ്രവചനത്തിന്റെ വാക്കുകൾ നമുക്കറിയാം. എന്താ പറയുന്നത്? യാക്കോബിൽ തിന്മ ദർശിപ്പാനില്ല, ഇസ്രായേലിൽ കഷ്ടത ദർശിപ്പാനില്ല. ദൈവം ശപിക്കാത്തവനെ ഞാൻ എങ്ങനെ ശപിക്കും? ദൈവം പ്രാകാത്തവനെ ഞാൻ എങ്ങനെ പ്രാകും? ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്കാണ് വളരെ പ്രസക്തമായ വാക്ക്. എന്താണെന്നറിയാവോ? എന്താ ഇവരിങ്ങനെ വളരുന്നതെന്നറിയാവോ? ഇവർക്ക് ആരാധനയില്ല, ഇവർക്ക് യാഗപീഠമില്ല, ഇവർക്ക് ആരാധന കളങ്ങളില്ല, ഈ പറയപ്പെടുന്ന യാതൊന്നുമില്ല, ഒരു സ്രോതസ്സുമില്ല. പക്ഷെ ഇവർ വളർന്നുകൊണ്ടിരിക്കുക. എന്താ കാരണം? മോവാബിൽ ഏതെങ്കിലും പ്രധാനി അവരുടെ കൂടെ ഉണ്ടെന്നല്ല, ഏതെങ്കിലും അധിപതി അവരുടെ കൂടെ ഉണ്ടെന്നല്ല, അവിടുത്തെ ഏതെങ്കിലും ഹൈ ഒഫീഷ്യൽസ് അവർക്ക് സപ്പോർട്ടായതുകൊണ്ടാണ് നല്ല പറയുന്നത്. ഒറ്റ വാക്കിൽ ബിലയാം നോക്കിയിട്ട് പ്രവചിക്കുന്നത് എങ്ങനെയാണ്? അവരുടെ ദൈവമായ യഹോവ അവരോട് കൂടെ ഇരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാവിലെ തകരാതെ നിൽക്കുന്നതിന്റെ കാരണം അനുകൂലമായ ഒരു ഘടകവും നമുക്കില്ലാഞ്ഞിട്ട് നമ്മുടെ വളർച്ചയെ തടയാൻ കഴിയാതിരിക്കുന്നത്, നമ്മുടെ സ്വസ്ഥതയെ കെടുത്താൻ കഴിയാതിരിക്കുന്നത്, നമ്മുടെ നന്മകളെ മുടിച്ചു കളയാൻ കഴിയാതിരിക്കുന്നതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ. നമ്മുടെ ആൾബലമല്ല കേട്ടോ, നമ്മുടെ പ്രാർത്ഥനയുടെ കൂടുതലോ നമ്മുടെ വിശുദ്ധിയുടെ കൂടുതലോ നമ്മൾ കൊടുത്തതിന്റെ വലിപ്പമോ കൊണ്ടൊന്നുമല്ല. ഒറ്റയൊരുത്തൻ നമ്മോട് കൂടെയുണ്ട്. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചിറക്കി ഒരുത്തനുണ്ടല്ലോ, അവൻ കൂടെ ഉണ്ടെന്നുള്ളത് നമ്മുടെ ധൈര്യം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ ഈ സഭായോഗം കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങൾക്ക് തരുവാൻ കഴിയുന്ന ഉറപ്പിതാണ്. ഇവിടെ ജോലി കിട്ടുമെന്നോ, ഇവിടെ പൈസ കിട്ടുമെന്നോ, ഇവിടെ വീട് കിട്ടുമെന്നോ, ഇവിടെ വിസ അടിച്ചു കിട്ടുമെന്നോ, ഇവിടുത്തെ യാതൊന്നിനെ കുറിച്ച് ഒരു ഉറപ്പ് പറയാൻ ഞങ്ങൾക്കില്ല. പക്ഷെ ഉറപ്പ് ഞാൻ പറയുന്നു, കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ ഒരുത്തൻ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യത്തിലും കൂടെ ഇരിക്കും. അവൻ കൂടെ ഉണ്ടെങ്കിൽ വളർച്ചയെ തടയാൻ ആരെ കൊണ്ടും കഴിയത്തില്ല. നിന്നെ തളർത്താൻ ലോകത്തിൽ ഒരു ശക്തിയെ കൊണ്ടും കഴിയത്തില്ല. എത്ര വലിയവൻ തൊട്ട് കൂടെ നിന്നവൻ നമുക്കെതിരായാലും, സ്തോത്രം, നമ്മുടെ കൂടെ നടന്നവർ നമുക്ക് പ്രതികൂലമായാലും, ഇന്ന് രാവിലെ ഉറപ്പോടെ വിശ്വസിച്ചോ, വിളിച്ചവൻ കൂടെയുണ്ട്. അവരുടെ ദൈവമായ യഹോവ അവരോട് കൂടെ ഇരിക്കുന്നു. അതുകൊണ്ട് തിന്മ അവരിൽ കാണാനില്ല, കഷ്ടത അവരിൽ ദർശിപ്പാനില്ല. ആ വിചാരം ഇസ്രായേലിന് ഫലിക്കത്തില്ല, ലക്ഷണവിദ്യ അവർക്ക് ഫലിക്കത്തില്ലെന്ന് പറയത്തക്കവണ്ണമുള്ള ഒരു ദൈവ സാന്നിധ്യം അവരുടെ നടുവിൽ കാണാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ ഭയം മാറണം കേട്ടോ. ഇവിടുന്ന് മടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഭയം മാറണം. ആഭിചാരകന് നിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒരു ശാപവും നിനക്ക് കേൾക്കത്തില്ല, ഒരു മന്ത്രവാദവും നിനക്ക് ഫലിക്കത്തില്ല, ഒരു ലക്ഷണവിദ്യ നിനക്ക് കേൾക്കത്തില്ല. കാരണം എൻ്റെ ദൈവം എന്നോട് കൂടെ ഇരിക്കുന്നു എന്നുള്ള ആ ഒരു ഉറപ്പോടെ വേണം ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ. തോൽപ്പിക്കാൻ ചുറ്റും മുഴുവൻ ഒരു സമൂഹം മുഴുവൻ നിന്നെന്ന് വന്നാലോ, ഇന്ന് രാവിലെ പറയട്ടെ, ദൈവം അതിൻ്റെ മധ്യേയുണ്ട്. വായിക്കുന്നത് എങ്ങനെയാണ്? ദൈവം അതിൻ്റെ മധ്യേയുണ്ട്, അത് കുലുങ്ങിപ്പോകത്തില്ല. എത്രയോ പ്രതിസന്ധികളെ നാം കണ്ടതാ, എത്രയോ വൈതരണികളെ നാം നേരിട്ടതാ.
അടുത്ത പ്രഭാതത്തിൽ നമ്മൾ ബാക്കിയുണ്ടോ ഇല്ലയോ എന്ന് പോലും നാം സന്ദേഹിച്ചതാ. പക്ഷെ ഇന്നും ജീവനോടെ ദൈവം നമ്മെ ബാക്കി വെച്ചതിൻ്റെ അർത്ഥം കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ വലങ്കരത്തിൽ പിടിച്ച ഒരുത്തനുണ്ട്. അവൻ നമ്മോട് കൂടെ ഉണ്ടായിരുന്നു. കൂടെ നിന്ന് പലരും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. പക്ഷേ ഇന്ന് നാം നിലനിൽക്കുന്നതിന്റെ കാരണം വിളിച്ച ദൈവം വിശ്വസ്തനായതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ബിലെയാം താഴോട്ട് നോക്കിയിട്ട് പറയുക, സ്തോത്രം, ജനം ബലം പ്രാപിച്ചു മുന്നേറുകയാണ്. അവരെ തടയാൻ നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല. അവരെ തടയാനായിട്ട് ആരെ കൊണ്ടും സാധിക്കത്തില്ല. കൂലിയൊക്കെ മേടിച്ചെന്നുള്ളത് സത്യമാകട്ടോ, പക്ഷെ നിനക്കൊന്നും ഭവിക്കത്തില്ല. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും ഫലിക്കത്തില്ല. ഒരായുധം ഉണ്ടാക്കത്തില്ലെന്നല്ല പറയുന്നത്, 100 ആയുധങ്ങൾ നമുക്കെതിരെ ഉണ്ടാക്കും, പക്ഷേ ആയുധം ഫലിക്കുകയില്ല. അതിന് സാക്ഷികൾ വേറെ ആരെ ഇന്ന് പുറത്തുനിന്ന് വിളിച്ചു കൊണ്ടുവരണ്ട. നാം ഓരോരുത്തരും അതിന് സാക്ഷികൾ. ദൈവത്തിന് സ്തോത്രം. അപ്പം ഞാൻ ഇതിന്റെ 2ാം ഭാഗത്തേക്ക് വേഗം കയറാം. വായിച്ച വാക്യത്തിലേക്ക് വരണമല്ലോ. അപ്പൊ 22-ാമത്തെ അധ്യായം മുതൽ 25-ാമത്തെ അധ്യായം വരെ നിങ്ങൾ വീട്ടിൽ പോയി സമയം പോലെ വായിച്ചു നോക്കിയാൽ മതി. ഈ ഭാഗങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് ഗ്രഹിപ്പാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. അപ്പം ബിലെയാമിനൊരു കാര്യം മനസ്സിലായി, ഇവരെ ശപിക്കാനോ ഇവരെ വേറെ എന്തെങ്കിലും പറഞ്ഞ് തകർക്കാനോ പറ്റത്തില്ല. എന്താണേലും പൈസ മേടിച്ചതല്ലേ, എന്തെങ്കിലും പൈസ തന്നവർക്കൊരു പ്രയോജനം ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ. ഈ ബിലെയാം ശാപമൊന്നും കൊടുത്തില്ലല്ലോ, ഒരു ചെറിയ പണി കൊടുത്തിട്ടാ പോയത്. വെളിപ്പാട് പുസ്തകത്തിലോട്ടൊന്ന് തോന്നേ, വേഗം എടുത്താട്ട് 2-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 2 വേഴ്സ് 14, 2-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. ആ ആ ആ ആ ആ ആ ആ മതി. അവിടെ ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ എഴുതി വെച്ചു. എന്താ? ഞാൻ പറഞ്ഞല്ലോ, അവരുടെ ദൈവമായ യഹോവ അവരുടെ കൂടി ഇരിക്കുന്നു. അതുകൊണ്ട് ആ വിചാരം ചെയ്യാൻ പറ്റത്തില്ല, ലക്ഷണവിദ്യ പറ്റത്തില്ല, ഒരു തിന്മ അവർ കേൾക്കത്തില്ല, ഒരു ദോഷവും ചെയ്യാൻ പറ്റത്തില്ലെന്നൊക്കെ ഈ ബിലെയാം ബാലാക്കിനോട് പറഞ്ഞു. പക്ഷേ ബാലാക്കിനൊരു ചെറിയ കാര്യം ഉപദേശിച്ചു കൊടുത്തിട്ടാ ബിലെയാം പോകുന്നത്. എന്നാ? ഇവർക്കൊരു പ്രമാണമുണ്ട്. എന്നാ പ്രമാണം? വിഗ്രഹാർപ്പിതം ഒന്നും എന്ത് ചെയ്യരുത്, തിന്നരുത്. ദൈവത്തിന് വിരുദ്ധമായിട്ടുള്ളത്, ദൈവഹിതത്തിന് വിരുദ്ധമായിട്ടുള്ളതൊന്നും ഭക്ഷിക്കരുത്. ഭക്ഷിച്ചാൽ അത് ദോഷമായിട്ട് വരും, അല്ലെങ്കിൽ അത് തിന്മയായിട്ട് വരും എന്നൊക്കെയുള്ള പ്രമാണം അറിയാവുന്ന ബിലെയാം ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്തു. ദൈവാത്മാവ് എന്താ പറഞ്ഞത്? നിന്നെ കുറിച്ചൊരു കുറ്റം പറയാനുണ്ട്. എന്നാ? ഇസ്രയേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പാചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വെപ്പം ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലെയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്ന ചിലര് നിന്റെ കൂട്ടത്തിലുണ്ട്. സഭ സന്തോഷമായിട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഈ ഉപദേശം പിടിച്ചേക്കുന്ന ചിലര് എവിടെ ഉണ്ടെന്ന് പറയുക? ഏത് സഭയിലാ? ഏത് സഭയിലാ? പെർഗമോസ് സഭയ്ക്കകത്തുണ്ടെന്ന് പരിശുദ്ധാത്മാവ് പറയുക. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കുറച്ചൊക്കെ തിന്നാലും കുഴപ്പമൊന്നുമില്ല, എല്ലാം സ്തോത്രം ചെയ്ത് നമുക്ക് വേണേ എന്ത് ചെയ്യാം, തിന്നാം, അവിടെയും പോകാം, ഇവിടെയും വരാം, അതിനൊന്നും ഒരു പ്രശ്നമില്ലെന്നൊക്കെ പറയുന്ന ചിലരെവിടെ ഉണ്ടെന്ന് ദൈവസഭയ്ക്കകത്തുണ്ടെന്ന് പറയുക. അവരാരുടെ ഉപദേശമാ പറയുന്നത്? ബിലെയാമിന്റെ ഉപദേശമാ പറയുന്നത്. ഈ ഉപദേശം ബിലെയാം ആർക്ക് കൊടുത്തതാ? ബാലാക്കിന് പറഞ്ഞു കൊടുത്ത ഉപദേശമാ. അപ്പൊ സഭയെ കുറിച്ചൊരു കുറ്റം പറയുക. ഇങ്ങനത്തെ ആളുകൾ എവിടെയുണ്ട്? ദൈവസഭയ്ക്കകത്തുണ്ട്. ഞാൻ മുമ്പോട്ട് പോകാം. അപ്പം വിഗ്രഹാർപ്പിതം ഇവരെന്ത് ചെയ്യാൻ തുടങ്ങി? തിന്നാൻ തുടങ്ങി. അങ്ങനെ ഇവര് മുമ്പോട്ട് പോയി ശിദ്ദീമിലെത്തി.
25-ാം അധ്യായം ഒന്നെടുത്ത് ഒറ്റ വാക്യം മാത്രം വായിച്ച് ഞാൻ നിർത്താം. സംഖ്യാപുസ്തകം 25-ാം അധ്യായം, ബുക്ക് ഓഫ് നമ്പേഴ്സ് ചാപ്റ്റർ 25 വേഴ്സ് 1. ഒന്നാമത്തെ വാക്യം മുതൽ ഒന്ന് വായിച്ചേ. ആ ആ ആ അടുത്തത്. ആ ആ അടുത്തത്. ഇസ്രായേൽ ബാൽപെയോരിനോട് ചേർന്നു. പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ബിലയാം നോക്കിയപ്പോൾ കണ്ടതെന്നാ? ബിലയാം കണ്ടത് ഇതാ തനിച്ചു പാർക്കുന്ന ജനം. ഇവരെ കുറിച്ച് പറയുക, ഇവർ ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. വിശുദ്ധി കാത്തു സൂക്ഷിച്ച് ആ വിശുദ്ധിയിൽ ദൈവത്തിന് വേണ്ടി നിന്നൊരു ജനത്തെ കുറിച്ച് ഇപ്പൊ പറയുന്നത് എന്താ? ഇപ്പൊ അവരാരോട് കൂടെ ചേർന്നു? വിഗ്രഹങ്ങളോട് ചേർന്നു. ഇവർ ബാൽപെയോരിനോട് ചേർന്നു. ദൈവത്തിന് സ്തോത്രം. എന്ത് സംഭവിച്ചു? ഒരു പരാജയത്തിന്റെ വലിയ പടുകുഴിയിലേക്ക് ഇവർ നടന്നു നീങ്ങുകയാണ്. തനിച്ചു പാർത്ത ജനമാ, വിശുദ്ധിക്ക് വേണ്ടി നിന്ന ജനമാ, ഒറ്റയ്ക്ക് നിന്നവരാ എന്ന് ഒറ്റ വാക്കിൽ ഞാൻ പറയാം, ഇന്നലത്തെ സാക്ഷ്യം അവർ നഷ്ടപ്പെടുത്തി. അവർ ജാതികളോട് കൂടെ എന്ത് ചെയ്തു? ഇടകലരുവാൻ തുടങ്ങി. വിശുദ്ധമായതിനെ തിരസ്കരിക്കുകയും അശുദ്ധമായതിനോട് ഇവർ ചേരുകയും ചെയ്തു. ഒറ്റ വാക്കിൽ പറയാം, മോവാബ്യരോട് ഇവരെന്ത് ചെയ്യാൻ തുടങ്ങി? ഇടകലരാൻ തുടങ്ങി. മോവാബ്യരോട് ദൈവത്തിന്റെ ആരാധന ഉയർന്ന ആരാധന കളങ്ങളിൽ ആർക്കുള്ള ആരാധന ഉയർന്ന? ബാലിനുള്ള ആരാധന ഉയരാൻ തുടങ്ങി. പൗലോസ് പറയുകയാണ്, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങളിനി താന്താങ്ങൾക്കുള്ളവരല്ല. നമ്മളെ വിളിച്ച ഒരുത്തനുണ്ട്, നാം അവന്റെ സ്വന്തമാണ്. തെസ്സലോനിക്ക ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, വിശദീകരിക്കുന്നില്ല, ഒറ്റ വാക്കിൽ പറയുന്നു, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ദൈവം നമ്മളിൽ നിന്ന് പകലും പ്രതീക്ഷിക്കുന്നത് ഒരു ശുദ്ധീകരണമാണ്, ഒരു ക്രമീകരണമാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഇന്നലകളിൽ ദൈവം നമ്മെക്കുറിച്ച് പറഞ്ഞ സാക്ഷ്യം ഇന്നും പറയാൻ കഴിയുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കണം. ഇവർ തനിച്ചു പാർക്കുന്നൊരു ജനമാ. ഇവർ ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാത്തവരാ. ഇവർ തനിക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു ജനമാ. ഇവർക്ക് ആഭിചാരമേക്കത്തില്ല, ഇവർക്ക് ലക്ഷണവിദ്യ ഫലിക്കത്തില്ല. ഇത് സ്വന്തം ജനമാണെന്ന് ദൈവം പറഞ്ഞ സാക്ഷ്യം ഇന്നും ദൈവത്തിന് മാറ്റി പറയേണ്ടതായിട്ട് വരികയാ. അതേ ദൈവം പറയുക, ഇവർ ബാൽപെയോരിനോട് ചേർന്നു. വാക്കിൽ പറയാം, ബാധപാളയത്തിനകത്ത് വ്യാപരിക്കാൻ തുടങ്ങി. ജനം തങ്ങൾക്ക് ബോധിച്ചതുപോലെ നടക്കാൻ തുടങ്ങി. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചോ, ഒരു ഫിനെഹാസ് എഴുന്നേറ്റു. ഇതിൻ്റെ നടുവിൽ ഒരു ഫിനെഹാസ് എഴുന്നേറ്റു. അവൻ ചിലതിനെ വെട്ടി വീഴ്ത്തി, അവൻ ചിലതിനെ അരിഞ്ഞു വീഴ്ത്തി, ശിക്ഷ അവൻ നടത്തി. എന്ത് സംഭവിച്ചു? ബാധ നിന്നു. നാം വായിക്കുന്നത് ഇങ്ങനെ, ഒറ്റ ദിവസത്തിൽ 23,000 പേര് പാളയത്തിൽ എന്ത് ചെയ്തു? ഛേദിക്കപ്പെട്ടു. പക്ഷെ ഒരുത്തനെ ദൈവം എഴുന്നേൽപ്പിച്ചു. ബാധ നിർത്തലാകുവാൻ, ജനം മടങ്ങി വരുവാൻ ഇടയായി തീർന്നു. ഈ സഭായോഗത്തിൽ ഈ ദൂത് ഞാൻ പറയുന്നതിൻ്റെ താല്പര്യം എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഇടപെടുകയാ. ഒരു മടങ്ങി വരവിന് നാം തയ്യാറാകുക. ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളഞ്ഞിട്ട്, ജീവനുള്ള ദൈവത്തിന്റെ വഴികളെ വിട്ടിട്ട്, ഇന്നലകളിൽ ദൈവം നമ്മളെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യത്തിന് വിരുദ്ധമായി മറ്റു ചിലത് പറയത്തക്കവണ്ണമുള്ള പ്രവർത്തികൾ നമ്മളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദൈവാത്മാവ് ഇന്ന് പകൽ പറയുന്നു, മടങ്ങി വരിക. ഒരു ക്രമീകരണത്തിന് നാം തയ്യാറാകുക. ദൈവം ചിലതിനെ എഴുന്നേൽപ്പിക്കും, ചില ബാധകൾ നിർത്തലാകും. ബിലയാമിന്റെ ഉപദേശം അല്ല, ജീവനുള്ള ദൈവത്തിന്റെ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ
കർത്താവിന് വേണ്ടി നിൽക്കാനാണ് ദൈവം നമ്മെ തെരഞ്ഞെടുത്തത്. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ ഒരു നിമിഷം നടക്കാം. നമുക്ക് നമ്മെ തന്നെ ഇന്ന് പകൽ ഒന്ന് ക്രമീകരിക്കാം. ആഭിചാരം ഫലിക്കത്തില്ലെന്ന് ദൈവത്തിൻ്റെ വചനമാ, ലക്ഷണവിദ്യ ഏൽക്കത്തില്ലെന്ന് ദൈവത്തിൻ്റെ വചനമാ. പക്ഷെ ചിലയിടത്തൊക്കെ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത് പോലെ നമുക്ക് തോന്നുന്നെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് ഇന്ന് പകൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാൻ കഴിയുമോ? ദൈവ വഴി വിട്ടോ, ദൈവഹിതം വിട്ടോ, ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വിരുദ്ധമായോ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ നമുക്കൊന്ന് സമർപ്പിക്കാം. കർത്താവേ, ഞാൻ എന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു, ഞാൻ എന്നെ ദൈവഹിതത്തിനായി ഏൽപ്പിക്കുന്നു, ഞാൻ എന്നെ തന്നെ ഇന്ന് പൂർണ്ണമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു എന്ന് നമുക്കൊന്ന് പറയാം. നമ്മെ വിളിച്ചവൻ വിശ്വസ്തനാ, നമ്മെ വളർത്തിയത് അവനാ, ഇവിടം വരെ കൊണ്ടുവന്നത് അവനാ. സ്തോത്രം. തകർക്കാൻ ഒത്തിരി പേര് പദ്ധതി ഒരുക്കിയിട്ടും തകരാതിരുന്നതിൻ്റെ കാരണം വിളിച്ചവൻ വിശ്വസ്തനാണെന്ന് പിന്നെയും പിന്നെയും തെളിയിക്കാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നിട്ടാ. പക്ഷെ നാം തകർന്നു പോകരുത്, നാം പിന്മാറിപ്പോകരുത്, നാം പുറകോട്ട് മാറരുത്, മറ്റു പലതിനോടും ചേരാൻ നമുക്കിടയാകരുത്. രക്തത്താൽ ജയം. കരുണയുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, തിരുസന്നിധിയിൽ ഞങ്ങളെ ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ സമർപ്പിക്കുന്നു. ഒരുമിച്ച് കടന്നു ദൈവത്തെ ആരാധിപ്പാൻ കൃപ നൽകിയല്ലോ. കൂടി വന്ന സമയം മുതൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം ഈ ഹോളിൽ ഉണ്ടായിരുന്നത് കൊണ്ട് സ്തോത്രം. കർത്താവേ, നിന്റെ ദാസനെ കൂടി ശക്തമായി ദൈവാത്മാവ് ഇടപെട്ടല്ലോ. സമാപ്തി വരുത്തുന്ന ദൈവം ഞങ്ങൾക്കുണ്ടല്ലോ. ഇന്ന് രാവിലെ ദൈവാത്മാവ് പിന്നെ ഞങ്ങളോട് ഇടപെട്ടല്ലോ. ചില ബാധകളെ നിർത്തലാക്കുവാൻ, ചില ബാധകളെ നിർത്തലാക്കുവാൻ, ചിലതിനെ ദൈവം എഴുന്നേൽപ്പിക്കുവാൻ, ഇനി എഴുന്നേൽക്കുവാൻ സാധ്യതയില്ലാത്ത പറയുന്ന ചില മേഖലകളിൽ ദൈവം ചിലതിനെ എഴുന്നേൽപ്പിക്കുവാൻ, ഈ സഭായോഗം അവിടുന്ന് കാരണമാക്കി തീർക്കുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കടന്നു വന്ന ജനത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കേട്ട വചനം അന്തരാത്മാവിശക്തമായിട്ട് ഇടപെടുവാൻ കർത്താവ് ഇടയാക്കണം. ഞങ്ങൾ മടങ്ങി പോകുമ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കണം. എല്ലാ കുടുംബങ്ങളെയും പേരുപേരായി അവിടുത്തെ നാമം ചൊല്ലി അനുഗ്രഹിച്ചയക്കുന്നു. അടുത്തൊരാഴ്ച അവർക്ക് ജയം നൽകണമേ, അടുത്ത ആഴ്ച അവർക്ക് വിജയം നൽകണമേ. ചില ബാധകൾ നിർത്തലാകുന്ന ദിവസങ്ങളായി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. നീ അങ്ങനെ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം, നൽകിയ ജയത്തിനായിട്ട് സ്തോത്രം. യാത്രയിലായിരിക്കും നിന്റെ ദാസനെയും കുടുംബത്തെയും സൗഖ്യത്തോടെ കൂട്ടിവരുത്തണമേ. ഞങ്ങളുടെ നടുവിൽ കടന്നു ദൈവോധന ശുശ്രൂഷ ഞങ്ങളുടെ ദാസനായിട്ട് സ്തോത്രം. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ദൈവം ആശ്വസിപ്പിക്കണമേ, സമാധാനിപ്പിക്കണമേ. ഈ രാജ്യത്ത് എന്തുദ്ദേശത്തോടെ ദൈവം അയച്ചോ അത് നിവർത്തിക്കപ്പെടുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയ്ക്കുള്ള വഴികൾ, വാതിലുകൾ ദൈവം തുറക്കണമേ. അനേക പട്ടണങ്ങളിൽ ദൈവം അവിടുന്ന് ഉപയോഗിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ അങ്ങനെ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം, 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 സ്തോത്രം. അർപ്പിക്കപ്പെട്ട സ്തോത്ര കാഴ്ചയ്ക്കായും സ്തോത്രം നീട്ടി എല്ലാ കരങ്ങളെയും ദൈവം അനുഗ്രഹിക്കണം, പ്രതിഫലം കൊടുത്ത് സഹായിക്കണം. ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുപ്പാൻ സാജു പാസ്റ്ററെ കർത്താവ് ബലപ്പെടുത്തി എല്ലാ തുറന്നും സഹായിക്കണം. സമാധാനത്തോടെ ഞങ്ങളെ പറഞ്ഞയക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശുവിൻ പരിശുദ്ധമുള്ള നാമത്തിൽ അതിവിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. കൃപ തോന്നി കേൾക്കുമാറാകണമേ.